ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ നീണ്ടുനിന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരത്തിന് തുടക്കം കുറിച്ചു. പാർട്ടിയിലെ നിരവധി മുതിർന്ന നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. സ്വർണ്ണമോഷണ കേസിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവാദിത്തം ഉറപ്പാക്കണമെന്നും സമരം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25,000-ലധികം ബിജെപി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളിൽ 3 കവാടങ്ങൾ വളഞ്ഞ് പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ ഈ അവസരത്തിൽ ബിജെപിയിൽ ചേർന്നു. പുതുതായി ചേർന്ന നേതാക്കളെ പാർട്ടിയിൽ സ്വീകരിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അഭിനന്ദനം അറിയിച്ചു. नरेंद्र मोदी की राजीव प्रसाद जी की സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. എങ്കിലേ അവർ നാളെ ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ കായിക താരങ്ങളായി മാറൂ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പിച്ചച്ചട്ടി എടുക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സ്കൂളുകളിൽ യാചിക്കുന്നു. ഒരു നിര കണ്ടു, അരി വേണം, പച്ചക്കറി വേണം, പഴം വേണം, പരിപ്പ് വേണം. പാവപ്പെട്ട പിഞ്ചുകുട്ടികൾക്ക്, കായിക താരങ്ങൾക്ക്, അഭിമാനമായി മാറേണ്ട കായിക താരങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പിച്ചച്ചട്ടി എടുക്കുന്ന സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുന്നു. കൊള്ളസംഘമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ കേരളം ഭരിച്ചിട്ടില്ലല്ലോ. നൂറ്റാണ്ടിലേറെ കാലം കേരളം നിങ്ങളല്ലേ മാറി മാറി ഭരിച്ചത്. 4.5 ലക്ഷം കോടിയിലധികം കടക്കണിയിലേക്ക് മാറിയില്ലേ കേരളം? ഇപ്പൊ പണമില്ലാത്തത് കൊണ്ട് ഖജനാവിൽ പണമില്ല, വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല, പരീക്ഷ നടത്താൻ പണമില്ല, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പണമില്ല. ഇതെല്ലാം കേന്ദ്രം നൽകുന്നത് വേറെ കാര്യം. എന്നിട്ട് ഇപ്പൊ ദേവസ്വത്തിന്റെ കൈയിട്ട് വാരുന്ന പരിപാടിയാണ് തുടങ്ങിയിട്ടുള്ളത്. ശബരിമലയിൽ മാത്രമല്ല, മിനിയാന്ന് ഞാനും MT രമേശിയൊക്കെ ഉണ്ടായിരുന്നു. ഗുരുവായൂരിലെ കൊള്ളക്കെതിരെ വലിയ സമരം അവിടെ നടന്നു. രമേശിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ആനകൾ ചത്തുവീഴുന്നു. അവിടെ 30ഓളം ആനകളാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ശബരിമലയിൽ ആനക്കോട്ടയിൽ ചെരിഞ്ഞത്. എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല? ഗുരുവായൂരിലെ എന്തെല്ലാമാണ് ഗുരുവായൂരിലെ സ്റ്റോക്ക് എന്നുള്ളതിലേക്ക് സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ല, ഭണ്ണാരമെണ്ണത്തിന് കണക്കില്ല, ഓടിച്ച റിപ്പോർട്ടില്ല. കുത്തഴിഞ്ഞ പുസ്തകം പോലെ, വെള്ളരിക്ക പട്ടണം പോലെ ആർക്കും കയറി മേയാവുന്ന ഒരു സ്ഥിതിവിശേഷം ഗുരുവായൂരിൽ, ബാലുശ്ശേരി കോട്ടയിൽ. ആ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും സ്വർണവും എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എവിടെയാണെന്ന് ഇരിക്കുന്നത് അറിഞ്ഞുകൂടാ. സമരം നടത്തി. കൊട്ടാരക്കരയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അഴിമതി നടക്കുന്നു. നിങ്ങളെല്ലാവരും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ സ്വാമിയെ കണ്ടാൽ ദോഷം കിട്ടും. സ്വാമിയെ കണ്ടാൽ ദോഷം കിട്ടും. സ്വാമി തിന്തകത്തോം തോം, അയ്യപ്പ തിന്തകത്തോം തോം, അയ്യപ്പ തിന്തകത്തോം തോം, സ്വാമി തിന്തകത്തോം തോം. സ്വാമിയപ്പ അയ്യപ്പ, ശരണമപ്പ അയ്യപ്പ, വരണമപ്പ അയ്യപ്പ, കാക്കണമപ്പ അയ്യപ്പ, പോറ്റണമപ്പ അയ്യപ്പ. വില്ലാളി വീരനെ വീരമണി കണ്ടരെ, വില്ലാളി വീരനെ വീരമണി കണ്ടരെ, വീരമണി കണ്ടരെ, വില്ലാളി വീരനെ, ഭൂലോകനാഥനെ, ഭൂമി പ്രപഞ്ചനെ, ഭൂലോകനാഥനെ, ഭൂമി പ്രപഞ്ചനെ. സ്വാമിയേ അയ്യപ്പ, സ്വാമിയേ അയ്യപ്പ, സ്വാമി തിന്തകത്തോം തോം, അയ്യപ്പ തിന്തകത്തോം തോം, അയ്യപ്പ തിന്തകത്തോം തോം, സ്വാമി തിന്തകത്തോം തോം. ദേവനെ ദേവനെ ദേവൻ പാദം, ദേവൻ പാദം, ദേവി പാദം, ദേവി പാദം, ഈശ്വരൻ പാദം, ഈശ്വരൻ പാദം. സ്വാമിയേ സ്വാമിയേ, സ്വാമി തിന്തകത്തോം തോം, അയ്യപ്പ തിന്തകത്തോം തോം. जय बोलो भारत माता की. ശബരിമല തിരുസന്നിധി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ
ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അത്യോജ്വലമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സംസ്ഥാന, ജില്ലാ, മണ്ഡലം തരം വരെയുള്ള നേതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, സാദര നമസ്കാരം. സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു പ്രക്ഷോഭ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട്, ഹരിത കുങ്കുമ പതാകയെ കൊണ്ട് ജനസാഗരമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണം മാറിയിരിക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ ഇന്നിവിടെ സാക്ഷ്യം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഇപ്പോഴും വാഹനങ്ങളിൽ പ്രകടനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഇന്ന് ഈ അനന്തപുരി നിറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര അത്യോജ്വലമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ തിരുവനന്തപുരം നഗരത്തിലെ പോലീസിനെ കൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഈ നഗരം നിറയുമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും നമുക്കില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തെരുവിലിറങ്ങിക്കൊണ്ട് നമുക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് മുൻപേ പ്രസംഗിച്ച ആളുകൾ, നമ്മുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നാമജപ ഘോഷയാത്രയുമായിട്ട് നമ്മുടെ പ്രവർത്തകർ ചുറ്റുമുള്ളപ്പോഴും പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാൻസി ഡ്രസ്സിന്റെ രൂപത്തിലാണ്, പ്രിയമുള്ളവരെ, അന്ന് ആ സ്ത്രീകളെ ശബരിമല കയറ്റിയത്. ആചാര സംരക്ഷണം എന്ന് പറയുമ്പോൾ ഹൈന്ദവരുടെ ആചാരങ്ങൾ മാത്രം തകർക്കപ്പെടണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇന്ന് CPM മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവരെ തകർക്കണമെന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇന്ന് CPM-നുള്ളത്, ആ ഭരണകക്ഷിക്കുമുള്ളത്. അതിന്റെ പ്രതിപക്ഷം എന്ന പേരിൽ അലങ്കരിക്കപ്പെടുന്ന UDF-ന് മറിച്ചൊരു ചിന്തയല്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യമാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഇലക്ഷൻ നേരിട്ടുകൊണ്ട് എല്ലാ തരത്തിലും ഹൈന്ദവരെ ഒതുക്കി തീർക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് LDF-ഉം UDF-ഉം അതിശക്തമായിട്ടുള്ള കൂട്ടുകെട്ടുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കുറച്ച് വിശ്വസിക്കാൻ സാധിക്കും, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ പ്രസ്ഥാനം എന്നും ആചാരം സംരക്ഷിക്കുന്നവർക്കൊപ്പമായിരുന്നു, നമ്മുടെ പ്രസ്ഥാനം എന്നും വിശ്വാസികൾക്കൊപ്പമായിരുന്നു. ഇനി എന്നും ആ വിശ്വാസികൾക്കൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനവും നമ്മൾ ഓരോരുത്തരും നമ്മുടെ അന്ത്യശ്വാസം വരെയും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ ഇന്ന് പ്രസ്ഥാനത്തിന് കൊടുക്കുകയാണ്. അത് ഇവിടെയുള്ള പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ വെക്കുകയാണ്. ശബരിമല അന്ന് കളങ്കപ്പെടുത്തിയപ്പോ, അന്ന് ഇവരെയും തുറന്നു കാണിക്കുക എന്നുള്ളത് വിശ്വാസി സമൂഹത്തിന്റെ ഒരു അനിവാര്യതയാണ്. വിശ്വാസി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സമരഭടന്റെയും ദൗത്യമാണ്, ഓരോ സമരഭടന്റെയും കടമയാണ്. ആ കടമ നാം ഏറ്റെടുക്കണം. ആ ദൗത്യ നിർവഹണത്തിന്റെ നിലപാടുമായി വരുന്ന നാളുകളിൽ സമരാർത്ഥികളായി, പോരാളികളായി, പടയാളികളായി ഓരോ BJP പ്രവർത്തകനും കേരളത്തിന്റെ നമ്മുടെ ഉപരോധ സമരം ഔപചാരികമായി ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വർണ്ണ കൊള്ളയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ VN വാസവൻ രാജിവെക്കണമെന്നും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 30 വർഷമായി ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഐതിഹാസികമായിട്ടുള്ള ഈ സമരം ഇവിടെ നടക്കുന്നത്.
ഈ സമരം ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ചിട്ടുള്ളതാണ്. ഈ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റ് നമ്മൾ ഉപരോധിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയും ഇന്ന് അതിരാവിലെ മുതലും ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ തിങ്ങി നിറഞ്ഞുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ സെക്രട്ടേറിയറ്റ് നട കാവിക്കടലായി മാറി. ഒരാൾക്ക് പോലും സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ചെഗുവേരയുടെ പിന്മുറക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുന്നത്. ചെഗുവേര പറഞ്ഞ ഒരു പദമുണ്ട്, എന്താണെന്നറിയോ? അനീതി കണ്ടാൽ നിങ്ങളുടെ ശരീരം വിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് ചെഗുവേര പറഞ്ഞതെങ്കിൽ ചെഗുവേരയുടെ പിന്മുറക്കാരായിട്ടുള്ള പിണറായിക്കും കൂട്ടർക്കും ഇപ്പൊ സ്വർണവും പണവും കണ്ടാലാണ് വിറ വരുന്നത്. അത് കൈക്കലാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള ഈ തസ്കര വീരന്മാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐതിഹാസികമായിട്ടുള്ള ഈ സമരം ഇവിടെ നടക്കുന്നത്. ഈ സമരത്തിന്റെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ ഉപരോധ സമരത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ അഡ്വക്കേറ്റ് എസ് സുരേഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. बोलो भारत माता के, बोलो भारत माता के, जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय सेक्रेटरीट उपरोधम, जय जय सेक्रेटरीट उपरोधम. പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ, ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ സമരവേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന പ്രിയപ്പെട്ട സമരഭടന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഭാരതീയ ജനതാ പാർട്ടി ചരിത്രപരമായിട്ടുള്ള ഒരു സമരത്തിന്റെ വീഥിയിലാണ്. കഴിഞ്ഞ 1 മാസത്തിലേറെയായി ശബരിമലയിലെ തസ്കര വീരന്മാരെ നാടുകടത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരവും അചഞ്ചലവുമായിട്ടുള്ള ആ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർ. ഈ കേരളത്തിൽ ഇന്ന് സമരത്തിന്റെ പ്രതീകമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സമരവീര്യത്തിന്റെ ആരൂപമായിട്ട് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സമരവീര്യമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ കുറച്ചു കാലങ്ങളായിട്ട് ഇവിടെ നടത്തുന്ന ഈ സമരം ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിനെതിരായിട്ടുള്ള സമരമാണ്. ഈ സമരം എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തത് എന്ന് ഇന്നലെ രാത്രി മുതൽ ഇവിടെ പ്രസംഗിച്ച പാർട്ടിയുടെ നേതാക്കന്മാർ സവിസ്തരം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കേരളത്തിൽ കൊള്ള നടത്താനായിട്ട് അവശേഷിക്കുന്നത് ഭഗവാന്റെ വസ്തുക്കൾ മാത്രമാണ്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സ്വർണവും അതോടൊപ്പം തന്നെ ഭണ്ഡാരങ്ങളിലുള്ള വസ്തുക്കൾ മാത്രമാണ് ഇനി കൊള്ള നടത്താനായിട്ടുള്ളത്. ആ കൊള്ള നടത്താൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആ ഭരണകൂടം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇത് പിണറായി വിജയനിലൂടെ തുടങ്ങിയതല്ല. ഇതിനു മുമ്പ് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ ദേവസ്വം ഇതുപോലെ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും തിരുവനന്തപുരത്തുകാരനുമായിട്ടുള്ള ശിവകുമാർ എന്ന് പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി കോൺഗ്രസുകാരനാണ്. അന്ന് ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. അന്ന് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഭരണം കോൺഗ്രസുകാരും മുസ്ലിം ലീഗും ഭരിക്കുന്ന ഭരണമായിരുന്നു അന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ശിവകുമാറിന്റെ കുടുംബ ഭരണവും ദേവസ്വം ബോർഡിൽ നടന്നിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കേസുകൾ LDF വന്ന സമയത്ത് തേച്ചുമാച്ചു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കും, നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കൂ എന്നുള്ള ഒരു അന്തർധാരയാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ളത്.
ഈ അന്തർധാരയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നടത്തുന്നത്. കേവലം അഴിമതിയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ അന്തർധാര. ഇവിടുത്തെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ താലോലിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ കേരളത്തിന്റെ അവികസനത്തിന്റെ അന്ധകാര ജടിലമാർന്ന സാഹചര്യങ്ങളിലേക്ക് കേരളത്തെ തള്ളിവിട്ടതിന് പിന്നിലും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും അന്തർധാര നമുക്ക് കാണാൻ സാധിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ 3.25 കോടി മലയാളിയുടെ ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് എത്തിയ ആദ്യം ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന സമരഭടന്മാരായിട്ടുള്ള പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖര. ഈ കേരളത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ പുതിയ കേരളം സൃഷ്ടിക്കാൻ, വികസനത്തിന്റെ പുതിയ കേരളം സൃഷ്ടിക്കാൻ 70 വർഷമായിട്ട് നമ്മൾ കേട്ടുപഴമ്പിച്ച അധപ്പതനത്തിന്റെ കേരളത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് നരേന്ദ്രമോദിയുടെ വികസിത ഭാരതത്തിന് അനുകൂലമായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി കേരള മണ്ണിലേക്ക് പറഞ്ഞയച്ച കരുത്തരായിട്ടുള്ള ദേശീയ നേതാവാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വന്നതിന് ശേഷം ഇന്ന് ഈ കേരളത്തിൽ ഒരു ചർച്ചയുണ്ട്. ഈ കേരളത്തിനും വേണം വികസനം, കേരളവും നന്നാവണം, കേരളത്തിലെ യുവാക്കൾക്ക് വേണം ഒരു ഭാവി, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണം ഒരു ഭാവി, കേരളത്തിലെ സമ്പൂർണ്ണ ജനതയ്ക്കും വേണം ഒരു ഭാവി എന്നുള്ളൊരു ചിന്ത കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുണ്ടായിരിക്കുന്നു, കോൺഗ്രസുകാരുടെ മനസ്സിലുണ്ടായിരിക്കുന്നു, സകലമാന ജനവിഭാഗങ്ങളുടെയും മനസ്സിൽ ഈ കേരളവും നന്നാവണമെന്നുള്ളൊരു ചിന്ത അത് ഉദ്ദീപിപ്പിച്ച ഈ കേരളത്തിന്റെ ഭാവി ഭാഗതയം നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും കരുത്തുറ്റ നേതാവാര് എന്നിനി കേരളത്തിൽ ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രാജീവ് ചന്ദ്രശേഖർ എന്നല്ലാതെ മറ്റൊന്നല്ല. ആ രാജീവ് ചന്ദ്രശേഖറാണ് നമ്മളുടെ അധ്യക്ഷൻ. അദ്ദേഹമാണ് ഇന്ന് ഈ ഉപരോധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകളെ വളരെ ബഹുമാനപൂർവ്വം ഈ സമര പോരാട്ടത്തിന്റെ വേദിയിലേക്ക് ഉദ്ഘാടകനായി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതൽ നമ്മുടെ സമരവേദിയിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ജനകീയ നേതാവുമായിട്ടുള്ള ശ്രീ പി.കെ. കൃഷ്ണദാസ് അവർകൾ ഇന്നലെ മുതൽ നമ്മുടെ ഈ സമരവേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ M.T. രമേശ് ഈ സമരത്തിന് നേതൃത്വം നൽകി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവി ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന മിഷൻ 2025 എന്ന് പറയുന്ന ആ ഉജ്ജ്വലമാർന്ന മുന്നേറ്റത്തിന് നാഥനായിട്ടുള്ള ശ്രീ M.T. രമേശ് അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ യുവ നേതാവും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ അനൂപ് ആന്റണി അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നു പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്നലെ 1 മണിക്കൂർ നീണ്ടുനിന്ന അത്യുജ്വലമാർന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടതാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാവും NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാനുമായിട്ടുള്ള ശ്രീ A.N. രാധാകൃഷ്ണൻ അവർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ സമരവേദിയിലേക്ക്. അതുപോലെ തന്നെ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റിയുടെ പ്രസിഡന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാർ ശ്രീ ഷോൺ ജോർജ് ഇവിടെയുണ്ട്. ശ്രീ ഷോൺ ജോർജിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അബ്ദുൽ സലാം സാറിനെ, അതുപോലെ തന്നെ ശ്രീ B. ഗോപാലകൃഷ്ണൻ നമ്മുടെ ചാനലുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശം അത്യുജ്വല बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും ഇവിടെ വന്ന എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഞാൻ എല്ലാവരും സ്വാഗതം പറയുന്നു.
ഇന്നലെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, രാത്രി ഇവിടെ വന്ന് മഴയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ഈ ഉപരോധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. ഇതിനെക്കുറിച്ച് എത്രയോ പറഞ്ഞില്ലേ? മോർച്ച വന്നു, മഹിളാ മോർച്ച വന്നു, ഇവിടെ യുവമോർച്ചന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ എന്താണ് ലക്ഷ്യം? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻജിക്കും ദേവസ്വം മന്ത്രിയായ വാസവനും സാധാരണ ജനങ്ങളുടെ വേദനയും ദേഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. വളരെ ദേഷ്യമുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ BJP സഹപ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശബരിമലയിൽ 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാരാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. ഗുരുവായൂരിന് 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്യുന്ന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ എന്റെ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വീഴ്ചയാണെന്ന്. ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും. കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലിൽ അയക്കും. ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. SIT തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട, ഞങ്ങളത് സമ്മതിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി, കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം. അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ്. ശബരിമലന്റെ എതിരെ ഒരു ദ്രോഹമാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക്? ഉണ്ടാവില്ല. ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ്, അതുകൊണ്ടാണ് ധൈര്യം. ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കഥ. പണ്ട് കാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ടായിരുന്നു. ഒരു 10-11 കൊല്ലം മുമ്പ് ഭയങ്കര നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും. സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഉണ്ടാവണം. അഴിമതി ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായ ഒരു മുതിർന്ന നേതാവ്, പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ, പറഞ്ഞു. ആരായിരുന്നു അത്? ഇന്നത്തെ CPM-ന്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും SFI-യുടെയും DYFI-യുടെയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ അവർകളെ നമ്മൾ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. പന്തളം നഗരസഭ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ
കോൺഗ്രസിനുണ്ടായിരുന്ന 5 കൗൺസിലർമാരിൽ ഇതാ 2 പേര് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിശിഷ്ട വ്യക്തി അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ പി സുരേന്ദ്രൻ നായർ, ശ്രീ പി നരേന്ദ്രൻ നായർ, അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ശ്രീ ഭാസ്കരൻ അവർകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയെ ക്ഷണിക്കുന്നു. എക്സ് സർവീസ് ആൾ കൂടിയായിട്ടുള്ള ശ്രീ മുഴുവന്നൂർ രാജൻ, അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാബു, സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ബാബു അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കേണ്ടാത്ത ആളുകളൊന്നും തരണേ. കോൺഗ്രസ് വാർഡ് മെമ്പർ കൂടിയായിരുന്ന ശ്രീ രാജൻ അവർകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു. വാർഡ് പ്രസിഡന്റ് നിലവിൽ സ്വീകരിച്ച ആളുകൾ ഒന്ന് വേദിയിൽ നിന്ന് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരെ മാത്രം കേൾക്കാം. അവര് മാത്രം ഒന്ന് അവിടെ നിൽക്കൂ, എന്നിട്ട് വിളിക്കാം. ശരി ശരി. ഇപ്പൊ പാർട്ടിയിൽ ചേർന്ന ആളുകൾ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കും. അതിലോട് മാറിക്കും. വിളിക്കാം. ഫോട്ടോ എടുക്കാം. സ്വീകരണങ്ങൾ തീർന്നിട്ടില്ല. ഇനിയും പ്രമുഖ വ്യക്തികളായിട്ടുള്ള ആളുകൾ പാർട്ടിയിൽ ചേരാനുണ്ട്. അംഗവും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടിയുടെ നീതിപൂർവമല്ലാത്ത പ്രവർത്തനത്തിൽ മനം നൊന്ന് പാർട്ടിയിൽ നിന്നിപ്പോ രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്ന നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്യാലിനെ ആദരപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ റോയ് ചാക്കോ അവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരം നോർത്ത് ജില്ലയിൽ നിന്ന് മറ്റൊരു സുപ്രധാന വ്യക്തി കൂടി നമ്മളൊപ്പം ചേരുകയാണ്. 10 വർഷമായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവ് കരൂർ ഹരി ഈ തവണ പോത്തങ്കോട് പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ശ്രീമാൻ കരൂർ ഹരി അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇതാ മറ്റൊരു സുപ്രധാന വ്യക്തി കൂടി KPCCയുടെ മൈനോറിറ്റി കമ്മിറ്റി അംഗമായിട്ടുള്ള അമേരിക്കൻ റിട്ടേൺ ആയിട്ടുള്ള ഒരു സുപ്രധാന വ്യക്തി ശ്രീ കാരിസ് ആന്റണി അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ ക്ഷണിക്കുന്നു. പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം പ്രതിഷേധം BJPയുടെ പ്രതിഷേധം കള്ളാരല്ല പിണറായി കള്ളാരല്ല പിണറായി സ്വർണ്ണക്കല്ല പിണറായി സ്വർണ്ണക്കല്ല കോൺഗ്രസ് സ്വർണ്ണക്കല്ല കോൺഗ്രസ് കാട്ടുകള്ള പിണറായി കാട്ടുകള്ള പിണറായി നിങ്ങൾക്കിനിയും മാപ്പില്ല നിങ്ങൾക്കിനിയും മാപ്പില്ല ജയ് ബാലോ ജയ് ബാലോ ജയ് ബാലോ BJP जय बाला जय भारत माता जय बाला जय भारत माता विश्वासത്തെ भारत माता के जय बोलो भारतीय जनता पार्टी के പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അയ്യപ്പന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയനെ കുറച്ചുകൂടി നാളം കടത്തിയിട്ട് ആ കസേരയിൽ നിന്ന് ഇറക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ക്ലിഫ് ഹൗസ് സമരം മുതൽ ശ്രീ രാജീവ് ജി ഒരു ആഹ്വാനം ചെയ്താൽ ഈ ആഹ്വാനം നടത്തിയിട്ട് ഏതാണ്ട് 3 ദിവസമേ ആവുന്നുള്ളൂ. ആ 3 ദിവസം കൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമായി എന്ന് മാത്രമല്ല, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾക്ക് പാർട്ടി പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കുകയാണ്. ഈ സമരം എന്തിനു വേണ്ടിയാണ് എന്ന് ഇന്നലെയും ഇന്നുമായി ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പ്രസംഗിച്ച പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തോട് ഏറ്റവും പരിമിതമായ ചില ആവശ്യങ്ങൾ മാത്രമേ നാം ഉന്നയിക്കുന്നുള്ളൂ. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ അവരുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കാൻ ഈ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ഭരണകൂടത്തിന് മനസ്സുണ്ടാവണം. അവർക്ക് ഏതെങ്കിലും ഒരു ആശ്രയം ശബരിമലയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജാതിയും മതവും സമുദായവും ഒന്നും നോക്കാതെ ലോകത്തിന്റെ നാനാഭാഗത്ത് ആളുകൾ ശബരിമലയിലേക്ക് വരുന്നത്. ആ ശബരിമലയിൽ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുമ്പോൾ ആ വികാരങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം. ജനങ്ങൾക്ക് വേണ്ടി ആ വിധിയെ നിയമപരമായി മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കരുത്.